ധാർമ്മികമായി ജീവിക്കുക. വാക്കിനെയും പ്രവൃത്തിയെയും ചിന്തയെയും ഭാഷയെയും ഭക്ഷണത്തിനെയും നിയന്ത്രിക്കുക. ഭാഷയെയും ഭക്ഷണത്തെയും നിയന്ത്രിക്കുക. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ കാലത്തെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മലക്ക് പോവാൻ മാലയിടുന്ന അയ്യപ്പൻ മാലയിട്ട് കഴിഞ്ഞാൽ സുനിലില്ല, പിന്നെ അയ്യപ്പനേ ഉള്ളൂ. ആ അയ്യപ്പൻ ഉള്ള വീട് ദേവാലയമാണ്. അവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നത് അവിടെയുള്ള അമ്മ അല്ലെങ്കിൽ ഭാര്യയാണ്, മാളികപ്പുറമാണ്. അതായത് കൂട്ടുചേർന്ന ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഈ അയ്യപ്പൻ, നമ്മൾ സാധാരണ മലക്ക് പോവാൻ മാലയിട്ട് ഇല്ലെങ്കിൽ ഞാൻ രണ്ട് വർത്താനം പറഞ്ഞേനെ, കേട്ടിട്ടില്ലേ? മലക്ക് പോവാൻ മാലയിട്ടത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിയന്ത്രിക്കുന്നു. തിരിച്ചും അങ്ങനെയാണ്. അയ്യപ്പനല്ലേ, ഒന്നും പറയാൻ പാടില്ല. അയ്യപ്പന് കൊടുക്കുന്ന ഭക്ഷണം പോലും പ്രസാദമായിട്ടാണ് സമർപ്പിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഒരു ബ്രഹ്മചാരിയുടെ ജീവിതമാണ് അയ്യപ്പസ്വാമിക്ക് വിധിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരയ്യപ്പൻ മതി. ഒരു ഗ്രാമത്തിൽ ഒരയ്യപ്പൻ മതി. അങ്ങനെയുള്ള നിരവധിയായ അയ്യപ്പ സംസ്കാരം, അയ്യപ്പന്മാര് നിറഞ്ഞപ്പോൾ വൃശ്ചിക മാസം നമുക്ക് കലികാലമല്ല, വൃശ്ചിക മാസം ഭക്തിയുടെയും നിറവിന്റെ കാലമായി മാറി. അങ്ങനെയാണ് കേരളം ദീർഘകാലമായി ഈ അയ്യപ്പ ആരാധനയും ശബരിമല തീർത്ഥാടനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറുക്കനൊരു സ്വഭാവമുണ്ട്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് കൂവുക എന്നത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യനും ഒരു സ്വഭാവമുണ്ട്. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തവന്റെ കൈക്ക് കൊത്തുക എന്നത് മനുഷ്യനൊരു സ്വഭാവമാണ്. കാശി രാമേശ്വരം പാണ്ഡിമലയാളം അടക്കി വാഴുന്ന കലിയുഗവരതനായ സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹത്തോടുകൂടി വളർന്നു വന്ന മലയാളിക്ക് ഉണ്ടിരിക്കുന്ന സമയത്ത് ചില ഉൾവിളി വരെയാണ്. എന്താ ഉൾവിളി വന്നത്? ശബരിമലക്ക് പോകണമെങ്കിൽ കെട്ടുകെട്ടണം. ശബരിമലക്ക് ആണുങ്ങൾക്ക് മാത്രം പോയാൽ മതി, പെണ്ണുങ്ങൾക്കും പോകണ്ടേ? ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നു. ആ ചിന്തകൾ വന്നതിൻ്റെ ഫലമായി നമുക്കറിയാം, കേരളത്തിൻ്റെ വേറൊരു പേര് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. അതിന് കാരണം ദൈവം ചുംബിച്ച വിരലിലെല്ലാം ചുംബിച്ച നിരവധി മഹാന്മാർ, സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യര്, എഴുത്തച്ഛൻ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയതായ നരരൂപമെടുത്ത ദൈവങ്ങൾ ഈ മണ്ണിൽ കാൽ ചവിട്ടി നടന്നതുകൊണ്ടാണ്, അവർ നമുക്ക് ധാർമ്മികമായ ജീവിതത്തെ പ്രദാനം ചെയ്തതുകൊണ്ടാണ് ഈ മണ്ണിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞത്. മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയ മലയാളികൾ മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത മലയാളം എന്ന ഒരു നാട്, ആ നാടിനെ കാത്തുരക്ഷിക്കുന്ന ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൃശ്ചിക മാസത്തിലും വ്രതമെടുത്ത് എവിടെ പോയ മലയാളിയും ഈ മണ്ണിലേക്ക് വന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ അവരെ കണ്ട് ആന്ധ്രാപ്രദേശുകാരനും ഒറീസക്കാരനും ഡൽഹിയിലുള്ളവരും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ
സാമ്പത്തിക രംഗം വികസിച്ചു. നമ്മുടെ കേരളത്തിന്റെ എന്താ പറയാ, സാമ്പത്തിക രംഗം വളരെ വികസിച്ചു. കച്ചവടക്കാര് സമ്പന്നരായി. ഇങ്ങനെ പല നിലയിലും വൃശ്ചികം എന്നാൽ സമ്പൽ സമൃദ്ധിയുടെ കാലമായിരുന്നു. പറഞ്ഞല്ലോ, ഇതിനെപ്പോഴാണോ മലയാളി സംശയം തുടങ്ങിയത്, അന്ന് തുടങ്ങി ഈ കേരളത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ നാടാണോ എന്ന് നമ്മൾ തന്നെ പറയാൻ തുടങ്ങി. കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്യുക സാധാരണമാണ്. എത്രയെത്ര മഴ കണ്ടവരാണ് നമ്മളെല്ലാം. പക്ഷെ 2018 മുതൽ മാനം കറുത്താൽ ഇന്ന് നമ്മുടെ മനസ്സ് വെന്തു നീറുകയാണ്. എന്തും സംഭവിക്കാം, അല്ലേ? അങ്ങനെ പ്രളയം വന്നു, പിന്നെ കോവിഡ് വന്നു, അതിൻ്റെ അനന്തര ഫലം വന്നു. പലതരത്തിലുള്ള ദുരിതങ്ങൾ നമ്മളെ പിടിമുറുകിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ വീണ്ടും നമുക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ധാർമ്മികമായി ജീവിക്കുക, ധർമ്മം അറിഞ്ഞ് ജീവിക്കുക. ഇങ്ങനെ ധർമ്മമറിഞ്ഞ് ജീവിക്കുന്നതിനെയാണ്, സനാതന ധർമ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിനെയാണ് ധാർമ്മിക ജീവനമെന്ന് പറഞ്ഞാൽ. എന്താണ് മാഷേ സനാതനം എന്ന് ചോദിച്ചാൽ നിത്യസത്യമാണ്, പരമ്പൊരുളാണ്. എവിടെയാണ് അതിരിക്കുന്നത്? കല്ലിലും ആണോ ഇരിക്കുന്നത്? അല്ല. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു. കാരുണ്യത്തിന്റെ നിറകുടമായി എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും കരളിലിരിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ്. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവാനാണ്. അങ്ങനെയുള്ളതായ ഈ മരങ്ങളിലും ചെടികളിലും പുല്ലിലും പുഴുവിലും എല്ലാം നിറഞ്ഞിരിക്കുന്നതായ ഈ ചൈതന്യത്തെ അറിയാനും അനുഭവിക്കാനും നമുക്ക് കഴിയണം. അതിൻ്റെ നന്മയെ കാണാനും ഉണ്മയെ അനുഭവിക്കാനും കഴിയുമ്പോഴാണ് മനുഷ്യൻ ഇമ്മിണി വലിയ മനുഷ്യനാവുന്നത്. അങ്ങനെയുള്ള ജീവിതത്തെയാണ് ധാർമ്മികമായ ജീവിതം എന്ന് പറയുന്നത്. ഇതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഉപനിഷത്തിന്റെ കാലം മുതൽക്ക് ഈ സംസ്കാരമാണ് ലോകത്തിന് മുമ്പാകെ ഭാരതത്തിന് നൽകാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ക്ഷേത്രാരാധന എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമുക്ക് ശിവനുണ്ട്, വിഷ്ണുവുണ്ട്, ദേവിയുണ്ട്, അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്. നൂറുകണക്കിന് ദൈവങ്ങളാണല്ലോ. എല്ലാവർക്കും ഓരോ പാർട്ടിയാണോ? അല്ല, എല്ലാവരും ഒറ്റ പാർട്ടിയാണ്. ആരാ അത് പറഞ്ഞു തന്നത്? അത് പറഞ്ഞു തന്നത് മലയാളത്തിന്റെ ഗുരുനാഥൻ, അല്ലേ? തുഞ്ചത്തെഴുത്തച്ഛൻ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി. ഓങ്കാരമായ പൊരുളാണ് ഇങ്ങനെ മൂന്നായി ത്രിപുടികളായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. ധാനാദിവ വടോയസ്മാത് പ്രാദുരാസീദിദം ജഗത് സബ്രഹ്മ സ ശിവോ വിഷ്ണു സ പര ഏവച. സംസ്കൃതമായതുകൊണ്ട് ചിലപ്പോൾ അതിന് അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാലയിൽ പറഞ്ഞതാണ്, ഒരു ബീജത്തിൽ നിന്നാണ് വലിയ വൃക്ഷം ഉണ്ടാവുന്നത്. ഇതുപോലെ ഒരേ ചൈതന്യത്തിൽ നിന്നാണ് ശിവനും വിഷ്ണുവും ദേവിയും എല്ലാം.
അതുകൊണ്ട് ഏത് ദേവതയെ ആരാധിച്ചാലും കേശവം പ്രതി ഗച്ഛതി, ഏത് ആരാധന നടത്തിയാലും നമ്മൾ ഈ പരമ്പൊരുളിലാണ് എത്തുന്നത്. ഇതാണ് താന്ത്രികമായ ആരാധനാരീതിയുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ശൈവന്മാരും വൈഷ്ണവരും തമ്മിൽ ഒരു കലഹവുമില്ല. ഇത് പറഞ്ഞു തരാൻ നമുക്ക് കേരളത്തിൽ ആചാര്യന്മാരുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നാം തൊഴുതു കഴിഞ്ഞാൽ ആ തൊഴൽ പൂർത്തീകരിക്കണമെങ്കിൽ മമ്മിയൂരപ്പനെ തൊഴണം, ശിവനെ, അല്ലെ? അതിലാണ് നമ്മുടെ പൂർണ്ണത. കാരണം എല്ലാം ഒന്നാണ്. ഇതാണ് മലയാളിയുടെ സംസ്കാരത്തിന്റെ സവിശേഷത. എന്താ മലയാളിയുടെ സംസ്കാരത്തിന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞു കൊടുക്കാൻ തമിഴ്നാട്ടിലും കർണാടകത്തിലും വേണ്ടത്ര ആചാര്യന്മാരില്ലായിരുന്നു. അതുകൊണ്ട് അവിടങ്ങളിൽ ഇന്നും വൈഷ്ണവന്മാരും ശൈവന്മാരും തമ്മിൽ വലിയ കലഹാണ്. എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത പല സുഹൃത്തുക്കളുണ്ട്. അവര് MA-യും PhD-യും ഒക്കെ കഴിഞ്ഞ് 4 വേദങ്ങൾ കാണാപ്പാടൊക്കെ പഠിച്ചവരാണ്. ഞാൻ ചോദിച്ചു, അദ്ദേഹം വൈഷ്ണവനാണ്, നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പാപം പാപം പാപം, അതെന്താ കാര്യം? ശ്മശാനവാസിയാണത്ര. അപ്പോൾ കെട്ടുകണക്കിന് പുസ്തകം പഠിക്കുന്നതിലല്ല, പിന്നെയോ ആ പൊരുളിനെ തിരിച്ചറിയുന്നതിലാണ്. ഇതാണ് ആചാര്യസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യസ്വാമികളും എഴുത്തച്ഛനും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി പറഞ്ഞു വരുന്നത് ഹരിഹരസുതനായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പസ്വാമി, ഹരിയുടെയും ഹരന്റെയും പുത്രനായി പിറവി കൊണ്ട അയ്യപ്പസ്വാമി, ആ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലേക്ക് പോകുന്ന അതുമായി ബന്ധപ്പെട്ട സംസ്കാരം ഏകതയുടെ, ഏകാത്മതയുടെ സന്ദേശമാണ്. ഭേദഭാവങ്ങളൊന്നുമില്ല. ആദ്യകാലത്ത് ഒരു അയ്യപ്പ പാട്ടിൽ പറയുന്നത്, എരുമേലിപ്പേട്ട തുള്ളി കന്നി അയ്യപ്പന്മാർ, ഞങ്ങൾക്കൊരു ജാതി ഒരു മതമൊരു ദൈവം, അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ സ്വാമി അയ്യപ്പ. നേരത്തെ പറഞ്ഞിരുന്നു, മലക്ക് പോകാൻ മാലയിടുന്ന അയ്യപ്പന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ല. മനസ്സിലായില്ലേ? ഏതുമില്ല. കഴുതേനെ കാണുമ്പോഴും കഴുത അയ്യപ്പനാണ്, എല്ലാം അയ്യപ്പനാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരമാണ് അയ്യപ്പ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനം. അതിന് വിരുദ്ധമായി ജാതി നോക്കി ഭക്തി എന്താ പറയാ ആട്ടമാടുന്നുണ്ട് എങ്കിൽ, മതത്തിന്റെ പേരിൽ ഭക്തിയെ വേർതിരിച്ചിട്ടുണ്ട് എങ്കിൽ, ഓർക്കുക, കലിയുഗ വരദൻ വെറുതെ വിടില്ല. കാരണം ഭഗവാന്റെ ഇച്ഛ ധർമ്മത്തെ ശാസിക്കുക എന്നതാണ്. ഭഗവാന്റെ ഒരു പേരാണ് ധർമ്മശാസ്താവ്. ഈ ധർമ്മം പ്രപഞ്ചത്തിന്റെ സത്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ നിലനിർത്തുക. എല്ലാ കാലത്തും സത്യവും അസത്യവും ഉണ്ടാകും. പക്ഷേ സത്യത്തിന്റെ തട്ടാണ് പ്രാധാന്യമായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് അധർമ്മത്തിന്റെയും അസത്യത്തിന്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മഹിഷാസുരന്മാരെ വധിച്ചുകൊണ്ടാണ് ഇവിടെ ധർമ്മം പുലർന്നിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും വേണ്ടത്
ഭഗവാന് രണ്ട് മുഖമുണ്ട്. നിഗ്രഹശക്തിയുമുണ്ട്, അനുഗ്രഹശക്തിയുമുണ്ട്. ഭഗവാന് മാത്രമല്ല, ഭഗവതിക്കും അങ്ങനെ തന്നെയാണ്. നാം നിഗ്രഹശക്തിയുടെ ഭാഗമാവണോ അനുഗ്രഹശക്തിയുടെ ഭാഗമാവണോ? ഇതാണ് ചോദ്യം. കാളിയുടെ പടം നമ്മൾ കണ്ടിട്ടുണ്ട്. ഉഗ്രരൂപിണിയായിട്ടുള്ള എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നതായ ആ അമ്മയുടെ രൂപം നമുക്ക് അറിയാം. പക്ഷേ അതേ അമ്മയെ മക്കൾ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കോപമില്ലാതായി മാറും. ഒരു പടത്തിൽ കണ്ടിട്ടില്ലേ, ഭഗവാൻ ശിവൻ ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ വന്ന് കിടക്കുമ്പോൾ അമ്മയുടെ ക്രോധമില്ലാതായി മാറുകയാണ്. കാരണം മക്കൾക്ക് മുമ്പിൽ മക്കളെ രക്ഷിക്കാൻ അമ്മ ഭ്രാന്തിയായി മാറും. മക്കളുടെ കൊഞ്ചലിന് മുമ്പിൽ അമ്മ സൗമ്യയായി മാറും. ഇത് തന്നെയാണ് ഭഗവാന്റെ. നാം ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ ചേർത്ത് വെക്കും. അതല്ല, അധർമ്മത്തിന്റെ പക്ഷത്തുകൂടി ഞാൻ സഞ്ചരിക്കൂ എന്നാണ് എങ്കിൽ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്ന് ഒരു ഗിരിവർഗക്കാരി അല്ലെ, ഒരു ഗിരിവർഗക്കാരി നമ്മുടെ മഹാമുനിയായി മാറിയ വാൽമീകി മഹർഷിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ന് വാൽമീകി മഹർഷി ആയിട്ടില്ല. അന്ന് എന്താ പറയാ, മറ്റുള്ളവരെല്ലാം പിടിച്ചു പറിച്ചൊക്കെ നടക്കുന്ന ഒരു കേവലം രത്നാകരനായിരുന്നു. ആ സ്ത്രീ പറഞ്ഞ ഇതിലും വലിയ സത്യം ലോകത്തിൽ വേറെ ഒരു ഉപദേശവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പിൽക്കാലത്ത് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ച എവരി ആക്ഷൻ ആൻഡ് ഇനാക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറഞ്ഞില്ലേ. അതാണ് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വാക്കു ചൊല്ലണം, നന്മയോടെ വാഴണം. നല്ല വാക്ക് ചൊല്ലാനും നന്മയോടെ വാഴുന്നതിനും വേണ്ടിയാണ് ഈ ആചാര പദ്ധതികൾ എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നാം കെട്ടും കെട്ടി ഭഗവാനെ കാണാൻ പോകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നെയ്ത്തേങ്ങയാണ്, അല്ലെ? നെയ്ത്തേങ്ങയാണ്. അതിൽ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ആ നെയ്യ് ഒഴിക്കും. ഇത് ശബരിമലയിൽ കൊണ്ടുപോയി പൊട്ടിച്ച് നെയ്യെടുക്കുകയാണ്. ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. ആത്മാവിനെ ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. കേട്ടിട്ടില്ലേ? നമ്മളും ഭഗവാനും ഒന്നായി മാറി. രണ്ട് ചിരട്ടയില്ലേ, അത് നമ്മുടെ ശരീരമാണ്. ആ ശരീരം ഭഗവാന്റെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന ആഴിയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ശരീരമില്ല, ആത്മാവ് ഭഗവത് സ്വരൂപമായി മാറുകയാണ്. നവീകരിക്കുക. ക്ഷേത്രങ്ങളിൽ നവീകരണ കലശം എന്ന് പറഞ്ഞൊരു കലശമുണ്ട്. 12 വർഷം കൂടുമ്പോൾ, അല്ലെ? 12 വർഷമല്ലേ? ഇതുപോലെ മനുഷ്യനെ നവീകരിക്കുന്ന, നമ്മളെ നവീകരിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് നാം തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയ വലിയ ജന്മമാണ്. ആ ജന്മം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഇതാണ് ചോദ്യം. സ്വാഭാവികമായും ശബരിമലയിൽ പോകുന്ന ആളുകൾ സാധകന്മാരാണ് ആയിരിക്കണം. 41 ദിവസത്തെ വ്രതമെടുത്ത് ആണ് അവിടേക്ക് ചെല്ലേണ്ടത്. അതല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്കിറങ്ങി ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പ്രൈസ് അടിക്കും എന്നും പറഞ്ഞുള്ള മോഹത്തോടു കൂടിയാണെങ്കിൽ ലോട്ടറി ഒന്നും അടിക്കാൻ പോകുന്നില്ല, ഉറപ്പാണ്. കാരണം അത് സാധകന്മാരുടെ സങ്കേതമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ആചാരങ്ങളുടെ
സങ്കേതമാണ്. ആ ആചാരങ്ങൾ അനുഷ്ഠിച്ച് തിരികെ വരുന്നവർ ഗുരുസ്വാമിമാരാണ്. ഈ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇമ്മിണി വലുതാണ്. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ അനുഭവിക്കാൻ കഴിയുന്ന ആളാണ് ഗുരു. ഓർക്കുക, ഗുരു എന്നാൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ശബരിമല കന്യയ്യപ്പന്മാരെ അവിടേക്ക് കൊണ്ടുപോകാൻ ഭാഗ്യം സിദ്ധിച്ച ഗുരുസ്വാമിമാർ എന്ന് പറയുന്ന പോസ്റ്റ് ചില്ലറ പോസ്റ്റ് അല്ല. പക്ഷെ എൻ്റെ നാട്ടിൽ, ഞാനിപ്പോ തൃശ്ശൂരാണ് താമസിക്കുന്നത്, അമൃതാനന്ദമയി അമ്മ പറഞ്ഞതുപോലെ വൃശ്ചികം വരെ മുഴുക്കുടിയന്മാരായിട്ടുള്ള ആളുകൾ വൃശ്ചിക മാസത്തിൽ കുടി നിർത്തി കുളി തുടങ്ങും. എന്നിട്ട് ശബരിമലക്ക് പോയി തിരിച്ചു വന്ന് പമ്പ ഒരു വിധ എത്തിച്ചിട്ട് വീണ്ടും പഴയ സ്വഭാവം തുടങ്ങും. ഇങ്ങനെ കുറെ ഗുരുസ്വാമിമാരുണ്ട്. വെറുതെയാണ്, അവരുടെ കൂട്ടത്തിൽ പോകരുത് അല്ലേ, അവരുടെ കൂട്ടത്തിൽ. കാരണം ഗുരുസ്വാമി എന്ന പദത്തിന് യോഗ്യതയില്ലാത്തവരാണ്. അവർ ആണ് യഥാർത്ഥത്തിൽ പഴയ കാലത്ത് കന്യയ്യപ്പന്മാർക്ക് അയ്യപ്പ ചരിതങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത്. എന്തിനാണ് 18 പടി? അതിൻ്റെ അർത്ഥം എന്താണ്? ഇരുമുടി എന്ന് പറയുന്നത് എന്താണ്? അതിലെന്തൊക്കെ വേണം? അതിൻ്റെ തത്വം എന്താണ്? ഹരിഹരസുതനെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ ത്രാണിയുള്ളവരായിരുന്നു ഗുരുസ്വാമിമാർ. ഇന്ന് ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം എന്ന് തുടങ്ങുന്നതായ ഹരിവരാസന അഷ്ടകം, അതിൻ്റെ ആദ്യത്തെ പദത്തിൻ്റെ അർത്ഥം പറയാൻ അറിയാവുന്ന ഗുരുസ്വാമിമാര് വിരളം, വളരെ വിരളമാണ്. പാട്ട് പാടും, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയുന്നവരില്ല. എന്നിട്ട് പലരും, നിങ്ങൾ വെറുതെ നാളെ എപ്പോഴെങ്കിലും നോക്കി യൂട്യൂബിലെടുത്ത് നോക്കിക്കോളൂ, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹരിവരാസനം എന്ന് പറയുന്ന പൊട്ടത്തെറ്റായിട്ടുള്ളൊരു സാധനമാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു തെറ്റൊക്കെ വന്നപ്പോൾ എന്താണ് യേശുദാസ് 2ാമത് പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓർക്കുക, കോന്നകത്ത് ജാനകിയമ്മ എന്ന് പറയുന്ന ഒരമ്മയെ കൊണ്ട് ഭഗവാൻ അയ്യപ്പന് എഴുതിച്ച ഉറക്കുപാട്ടാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനും ദൈവങ്ങളും ധാരാളമുണ്ട്. എല്ലാ ദൈവങ്ങൾക്കും അച്ഛനും അമ്മയും ഉണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും അച്ഛനും അമ്മയുണ്ട്. ഒരാൾക്ക് മാത്രമാണ് ഇല്ലാത്തത്. ആരാത്? അയ്യപ്പസ്വാമി. അതുകൊണ്ട് തന്നെ താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ, കേട്ടിട്ടില്ലേ? താരാട്ടുപാട്ട് കേൾക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാത്ത ഒരേ ഒരു കഥാപാത്രമാണ് അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിക്ക് താരാട്ടുപാട്ട് കേൾക്കാൻ വേണ്ടി ഈ അമ്മയെ കൊണ്ട് എഴുതിച്ചതാണ് ഹരിവരാസനം. 100 വർഷമായി അതെഴുതി അവരുടെ അച്ഛൻ മുഖാന്തരം, അവിടുത്തെ കോമരമായിരുന്നു അത്രേ, അവിടെ സമർപ്പിച്ചു. 1950കൾ മുതൽ ഭഗവാന്റെ ഉറക്കുപാട്ടായി പാടുന്ന ഒരു മന്ത്രമാണ്, ശരണഘോഷമാണ്, ഉപദേശവാക്യമാണ്. അതിന് ശേഷം എത്രയെത്ര മനോഹരമായ അയ്യപ്പൻ പാട്ടുകളാണ് വന്നിട്ടുള്ളത്. എന്മനം പൊന്നമ്പലം, അല്ലേ?
മനോഹരമായ പാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടുകൾക്കൊന്നിനും കിട്ടാത്ത വലിയ ഭാഗ്യമാണ് ഹരിവരാസനത്തിന്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആ നടയടച്ചു കഴിയുമ്പോൾ അയ്യപ്പന്മാരെല്ലാവരും യേശുദാസ് പാടിയ പാട്ടിനോടൊപ്പം ആദ്യത്തെ 4 വരി ചൊല്ലും. അടുത്ത വരി ചൊല്ലുമ്പോഴേക്കും കണ്ണ് നിറയും, കണ്ടമിടറും. ഇല്ലേ സ്വാമി? കണ്ടമിടറും. കാരണം ആ വാക്കുകളിൽ മുഴുവനും ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു അയ്യപ്പനും അവിടെ നിന്നുകൊണ്ട് ഹരിവരാസനം പൂർത്തിയായി പാടാൻ സാധ്യമല്ല എന്നുള്ളത്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അത്രമേൽ ശ്രേഷ്ഠമായ ഒരു ഉറക്കുപാട്ടാണ്. ആ ഉറക്ക് പാട്ടെന്ന് പറയുമ്പോൾ ഭഗവാനെ ഉറക്കാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? ഭക്തന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തിരുമേനിക്ക് കിട്ടിയ അതേ ഭാഗ്യം നമുക്കും കിട്ടുകയാണ്. ഉറക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവർ ഉണർന്നിരിക്കണം. കുഞ്ഞിനെ ഉറക്കുന്ന അമ്മമാർ കുഞ്ഞിന്റെ ഓരോ ചലനത്തെയും അപ്പ അറിയുന്നവരാണ്. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി അടുക്കളയിൽ നിൽക്കുമ്പോൾ പോലും അമ്മയുടെ ശ്രദ്ധ ഇവിടെയാണ്. ഇതുപോലെ ഭഗവാനെ ഉറക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. എന്താണ് ഇച്ഛ? ഒറ്റവാക്ക് വീണ്ടും പറയുന്നു, ധർമ്മമാണ്. ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, പുത്രധർമ്മം, ആചാര്യധർമ്മം, എല്ലാവർക്കും ധർമ്മമുണ്ട്. ഈ ധർമ്മത്തിൽ നിന്ന് എപ്പോഴാണോ പിഴച്ചു പോകുന്നത് അപ്പൊ കഴിഞ്ഞു. ഒരു കുടുംബത്തിലെ പിതാവിന്റെ ധർമ്മം മറന്നു പോകുകയോ പിഴച്ചു പോയോ കഴിഞ്ഞാൽ തകർന്നു ആ കുടുംബം. വലിയ വീടായിരിക്കും, 3-4 കാറുണ്ടായിരിക്കും, ആൺമക്കൾക്കെല്ലാം ജോലി ഉണ്ടായിരിക്കും. പക്ഷേ ആരൊക്കെയാണോ ആ ധർമ്മത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നത്, അവരുടെ നമ്മുടെ അയലോക്കത്തുള്ള അത്തരത്തിലുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ, തടിയന്മാരായ ആൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ, എന്തു ഭഗവാൻ, ഞാനല്ലേ ഭഗവാൻ, ഭഗവാൻ എന്ന് പറയുന്നത് ഞാനാണ് എന്ന് കരുതി സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കാലുകൊണ്ട് അടിച്ച് തകർത്തിട്ടുണ്ട്. എന്തിനാ ഈ അന്ധവിശ്വാസമൊക്കെ? അനുഭവിച്ചിട്ടുണ്ട് ഓരോരുത്തരും. കാരണം ഈ ജ്വലിക്കുന്നത് തീയല്ലത്. അവിടെയാണ് പ്രശ്നം. തീ ആളിക്കത്തി കെട്ടുപോകും. ദീപമാണിത്. ഈ ദീപം പ്രകാശിപ്പിക്കുന്നതാണ്. ഇത് നമ്മുടെ ആദ്യത്തെ വേദമായ ഋഗ്വേദത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ മന്ത്രത്തിന്റെ ആദ്യത്തെ പദം തുടങ്ങുന്നത് അഗ്നിമീലേ പുരോഹിതം യജ്ഞസ്യ ദേവവൃത്വിചം. അഗ്നി 3 ലോകത്തിന്റെയും സാക്ഷിയാണ്. അഗ്നി സാക്ഷിയായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സഫലമാവാറുണ്ട്. നമ്മൾ വിവാഹമാവട്ടെ, പേരിടൽ കർമ്മമാവട്ടെ, എല്ലാം അന്ത്യേഷ്ടി കർമ്മമാവട്ടെ, 16 സംസ്കാരവും ചെയ്യുന്നത് അഗ്നിസാക്ഷിയായിട്ടാണ്. അതൊരു സത്യമാണ്. ഈ അഗ്നി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ അയ്യോ ചൂടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലെ അസ്വസ്ഥരാണ്. ഇതേ അഗ്നി ഇല്ലാതായി കഴിഞ്ഞാൽ അയ്യോ തണുപ്പെന്നും പറഞ്ഞ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ അഗ്നി ദേവനാണ് നമുക്ക്. ആ ദേവനെയാണ് രാവിലെയും വൈകുന്നേരം നമ്മുടെ വീടിലെ കൊളുത്തി വെക്കുന്നത്. വീട്ടിൽ അഗ്നി കൊളുത്തി വെക്കുമ്പോഴാണ് ഭവനമായി മാറുന്നത്. കാരണം ഭവനത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്, ഭഗവതി കുടികൊള്ളുന്നത്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ
ഗുണം നമ്മൾ അനുഭവിക്കാറുമുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ആചാരങ്ങളുടെ എല്ലാം ആകെ തുകയാണ്, അതല്ലെങ്കിൽ കലികാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഓരോ ഭക്തനും നിർവഹിക്കുന്നു. ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന ഈ സത്രം പോലെ ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സത്രങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഇവിടെ ഇരിക്കുന്നത് കൂടുതലും മാളികപ്പുറങ്ങളാണ്. ആദ്യം വന്നതും മാളികപ്പുറങ്ങളാണ്. എല്ലാ സ്ഥലത്തും ചെന്നു കഴിഞ്ഞാലും മാളികപ്പുറങ്ങളാണ് ആ ചടങ്ങ് ഗംഭീരമാക്കുന്നത്. അതിനർത്ഥം അയ്യപ്പസ്വാമിയെ ആരാധിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ല എന്ന് ചാനലുകാരൊക്കെ പറഞ്ഞുണ്ടാക്കിയില്ലേ? നുണയാണത്, അത് നുണയാണ്. ഭഗവാനെ ഒരു സ്ഥലത്ത് തന്നെ ചെന്ന് ആരാധിക്കണമെന്നില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ധാർമ്മികമായ ജീവിതത്തിന്റെ മുമ്പിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ നോയിഡയിലാണ്. നോയിഡയിൽ നടക്കുന്ന അയ്യപ്പ മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞത്, മാഷെ ഒരു 10,000-2,000 ആളുകളുണ്ടാവും. മലയാളികൾ മാത്രമല്ല, തമിഴന്മാരും ഹിന്ദിക്കാരും ആന്ധ്രാക്കാരും എല്ലാവരും ഈ ഒരു കാര്യത്തിന് അവർ കൂടും. ഡൽഹിയിലും വേറൊരു പരിപാടിയുണ്ട്. കാരണം അവിടെയെല്ലാം അവർ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ശബരിമല സന്നിധാനത്തെ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നടക്കുന്ന ഈ കമ്മിറ്റിക്കാരില്ലേ, അവർ ചിലപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ടാവില്ല, പക്ഷെ അവർ വ്രതത്തിലായിരിക്കും. ശ്രദ്ധിക്കണം, അവർ വ്രതത്തിലാണ്. ആ വ്രതത്തോടു കൂടിയാണ് അവർ നോട്ടീസ് വിതരണം ചെയ്യുന്നതും കാര്യങ്ങൾ നിർവഹിക്കുന്നതും. അവസാനം ഈ ചടങ്ങെല്ലാം കഴിയുമ്പോൾ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം എന്ന് പറഞ്ഞുകൊണ്ട് കർപ്പൂരാരതി സമർപ്പിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്താണ് സമർപ്പിച്ചത്? ഞാൻ ചെയ്ത ശരിയും തെറ്റും എല്ലാം ഭഗവാനെ നീയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ദാ ഇതെല്ലാം ഭഗവാനെ ഞങ്ങൾ സമർപ്പിക്കാം. ഇങ്ങനെ ഈശ്വര പ്രണിധാനം എന്നൊരു വാക്കുണ്ട്. ഈശ്വരനായിക്കൊണ്ട് സമർപ്പിക്കുക. ആ സമർപ്പണത്തിന്റെ മുമ്പിലാണ് ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. ആ സമർപ്പണത്തിൽ ഒരു കരുതൽ കൂടിയുണ്ട്. എന്താ കരുതലെന്നറിയാമോ? നമ്മുടെ എല്ലാ മന്ത്രത്തിന്റെയും പൂജയുടെയും എല്ലാം ഒറ്റ വാക്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഈ ലോകം മുഴുവനും സുഖികളാവട്ടെ എന്നാണ്. അതല്ലാതെ ചില രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നത് മറ്റേ പരിപാടിക്കാണ് എന്ന് പറയില്ലേ? അത് അറിവില്ലാത്തവരാണ് പറയുന്നത്. ഒരു പുഷ്പമെടുത്തിടുമ്പോൾ ധൂപ ദീപ ജല ഗന്ധ പുഷ്പം 5 എണ്ണമുണ്ട് സമർപ്പിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ഈ പഞ്ചഭൂതാത്മകമായ ഭഗവാൻ സ്വസ്ഥിതിയിൽ നിൽക്കണം. ജലം ആവശ്യമാണ് നമുക്ക്, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ ചെന്നൈ വലിയ പ്രളയമാണ്. ഞാനീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഉള്ളിടിക്കെ, കാരണം എൻ്റെ മകൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. കാറ്റ് അതിഗംഭീരമായി വീശിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് പരിധി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പഞ്ചഭൂതാത്മകമായി കുടികൊള്ളുന്ന ഭഗവാനെ സ്വസ്ഥമായിരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ അനുഗ്രഹമുഖമാണ് ഞങ്ങളിൽ നിറയേണ്ടത്. ഇതാണ് ഓരോ ദേശത്തിലെയും ഓരോ ഗ്രാമത്തിലെയും ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരം നടക്കുന്ന പൂജയുടെ അർത്ഥം അതാണ്. അതുകൊണ്ട്
ഈ തരത്തിലുള്ള കാര്യത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ പണമോ ഒന്നുമല്ല. സുനാമി വന്ന സമയത്ത് ആ സുനാമിയിൽ എത്രയെത്ര ജീവനാണ് പൊലിഞ്ഞുപോയത്. അതിനുശേഷം ശേഷിച്ച ആളുകൾ അവര് ഏത് ജാതി എന്തു മതം ഉള്ള ആളുകൾ സ്നേഹത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. സ്നേഹത്തോടുകൂടി. കാരണം എന്താണ്? എല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ 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 എന്ന ഭാവമുണ്ടാവും നമുക്ക്. അത് പ്രാകൃതമായ ഒരു സംസ്കാരമാണ്. തീരത്ത് മത്സരിച്ച് മത്സരിച്ച് മരിക്കുന്ന ആ തിരകളെ പോലെയായി മാറും നമ്മൾ. വയലാറിന്റെ ഒരു പാട്ടാണ്. അതുകൊണ്ട് ഞാനെന്ന ഭാവം അധികം അങ്ങോട്ട് വേണ്ട. വേണമെങ്കിൽ ആയിക്കോളൂ. ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന് തോന്നണം എന്നാണ്. എല്ലാവരും ഒന്ന്, എല്ലാവരിലും ചൈതന്യം കുടികൊള്ളുന്നു. ഇതാണ് വേണ്ടത്. ഇതാണ് ആചാര്യന്മാർ നമ്മളെ ഉപദേശിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രാരാധനയുടെ സംസ്കാരം പ്രപഞ്ചത്തിന്റെ സുസ്ഥിതിയാണ്. അതിൽ എൻ്റെ പാർട്ടിക്കാർക്ക് ഇതിൽ വിശ്വാസം വേണ്ട. ഏത് പാർട്ടിയുടെ ആളുകൾക്കാണെങ്കിലും വായു, ജലം, അഗ്നി, ഈ പ്രപഞ്ചം സ്വസ്ഥമായിട്ടിരിക്കട്ടെ. എന്നിട്ടല്ലേ നമുക്കിതെല്ലാം കളിക്കാൻ പറ്റുള്ളൂ. ഇതൊരു പരമമായ സത്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചില്ലായിരുന്നു. ക്ഷേത്രത്തിലും പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അത് തെറ്റാണ്. എല്ലാ മനുഷ്യരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന ഗംഭീരമായ പ്രഖ്യാപനം നടത്തുകയും ക്ഷേത്രപ്രവേശനം കിട്ടി. നമുക്ക് ആ കിട്ടിയ സൗഭാഗ്യത്തെ അറിഞ്ഞ് ആചരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും. അവിടെ നാം മറന്നുപോവാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാവരും ഭഗവാന്റെ സൃഷ്ടികളാണ്. എല്ലാവരും ഭഗവാന്റെ സൃഷ്ടികളാണ്. പക്ഷേ ഈ സൃഷ്ടിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പുറത്തിരിക്കുന്ന സൃഷ്ടിയെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാനുള്ള അക്ഷിയില്ലാത്തവൻ ഏത് അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല. ഓർക്കുക, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനസ്സിൽ ഉണരുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനസ്സിൽ ഉണരുന്നത്. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ, അത് എന്തിന്റെ പേരിലാണെങ്കിലും അതെ, ദൈവം ഉറങ്ങുന്നു. ദൈവത്തിന് പകരം പിന്നെ രാക്ഷസനാണ് വരുന്നത്. അപ്പോൾ ക്ഷേത്രാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സകലമാന ജീവജാലങ്ങളെയും ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന അപാരമായ അനുകമ്പ എന്നിൽ ഉണ്ടാവണേ കരുണാകര. ഇതായിരിക്കണം ഭക്തന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത്. ആ ഭക്തൻ അരുളുള്ളവനായിരിക്കണം. അരുൾ, അൻപ്, അനുകമ്പ ഇത് ഒന്ന് തന്നെയാണ്. അപ്പോൾ സഹജീവികളോട് അനുകമ്പയില്ലാതെ നമ്മൾ എത്ര പട്ടാസടിച്ച് നടന്നിട്ടും ഒരു കാര്യമില്ല. ഇതാണ് ഭക്തിയുടെ ലക്ഷണം. ഭക്തിയുടെ അവസാന വാക്ക്, ഭക്തൻ എപ്പോഴും തൃപ്തനായിരിക്കണം. ഭക്തൻ എപ്പോഴും തൃപ്തനാണ്. ഈ നിലയിൽ ആണ് ഓരോ ക്ഷേത്രങ്ങളും വളർന്നു വരേണ്ടത്. ഓർക്കുക, ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളിലും തൃശൂർ പൂരത്തിന് ആനേനെ എഴുന്നള്ളിക്കുന്നത് പോലെ ആനേനെ കൊണ്ടുവന്ന്
ആനയുടെ പിണ്ടത്തിന്റെ വലിപ്പം പറഞ്ഞ് കേമത്വം നടിക്കുന്ന ചില ആശാന്മാരുണ്ട്. ഇതാണ് ഹിന്ദുത്വം, ഇതാണ് ധാർമ്മികത എന്ന മണ്ടത്തരമാണത്. ലക്ഷക്കണക്കിന് രൂപയുടെ വെടിക്കെട്ട് നടത്തിയെങ്കിൽ മാത്രമേ ഭഗവാൻ ഇഷ്ടമുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. തെറ്റാണ്. വെടിക്കെട്ട് ഇതൊക്കെ ഉണ്ട്, ചടങ്ങുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വളരെ ലഘുവായിട്ടാണ്. അത് പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നും പിഴിഞ്ഞെടുത്ത് ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചു കളയുക എന്നത് പറഞ്ഞ പ്രാകൃതമാണ്. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, കരിയും കരിമരുന്നും നശിപ്പിക്കും. പിന്നെ വേറെ ഇതൊരു മോഹമാണ്, കൊടിമരം അങ്ങോട്ട് സ്വർണ്ണാക്കിയാലോ, സ്വർണ്ണാക്കുക കൊടിമരം. വേണ്ടാന്നേ. ഭഗവാന്റെ മുമ്പിൽ സ്വർണവും കരിക്കട്ടയൊക്കെ ഒന്നാണ്. നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. സ്വർണത്തിന്റെ കൊടിമരം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ കയറിപ്പോകുന്നുള്ളൂ. നുണയാണത്. ഈ ഇരിക്കുന്നതാണ് ദൈവങ്ങൾ. ആ ദൈവത്തിന്, ജീവിച്ചിരിക്കുന്ന ദൈവത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ പെരുമാറിയാൽ ശരിയായ ദൈവം നമ്മളെ വെറുതെ വിടില്ല. എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഒരു ദേവാലയം സന്ദർശിച്ചു. സുനിൽജിക്കൊക്കെ അറിയാൻ സാധിക്കും ആ വലിയ ദേവാലയം. കോന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 1500ഓളം അമ്മമാരും സാധുജനങ്ങളും അംഗവൈകല്യം വന്നവരെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പോറ്റുന്ന പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അവരുടെ ഒരു പരിപാടിക്ക് ഞാൻ പോയി. ഞാൻ കണ്ട കാഴ്ച, ഞാൻ അവരോട് പറഞ്ഞത്, ഈ മനുഷ്യൻ അല്ല ദൈവം മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ദൈവം മനുഷ്യരൂപത്തിൽ അവതരിക്കുകയും ജീവിക്കുന്ന ദൈവങ്ങളെ പോറ്റുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ ഇവിടെ കാണുന്നു. അബ്ദുൽ കലാം അടക്കമുള്ള മഹാന്മാരൊക്കെ വന്നിട്ടുള്ളതാണ്. പറഞ്ഞതിന്റെ ചുരുക്കം ഇത് തന്നെയാണ്. കരുണാമയനാണ് ഭഗവാൻ. ആ കാരുണ്യം എന്നിൽ നിന്നും എൻ്റെ വാക്കുകളായിട്ടോ പ്രവൃത്തിയായിട്ടോ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് എന്നിലുള്ള ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ എൻ്റെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അത് ദൈവികതയല്ല. ഇങ്ങനെ ജാതി 100 ചൊല്ലുപോലും പോ പോ പോ. മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒരു വാക്കാണ്. പലതരത്തിലുള്ള ജാതി ഉണ്ടാക്കി കടന്നുപോകൂ കടന്നുപോകൂ എന്നു പറഞ്ഞ് നശിച്ചു. പാടില്ല. അയ്യർ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. അദ്ദേഹമാണ് പറഞ്ഞത് ജാതി തെറ്റാണ്, ഇത് സനാതനധർമ്മമല്ല എന്ന് പറഞ്ഞത് മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാണ്. അടുത്ത ആഴ്ച ഈ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഞാൻ എന്തിനിവിടെ പറഞ്ഞു എന്നാണെങ്കിൽ, സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് നമ്മൾ ആരും കേൾക്കാൻ യാതൊരു നിർവാഹമില്ല. നമ്മൾ ശങ്കരാചാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പഠിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കാലടിയിൽ ആരുമില്ല എന്നുള്ളത് കാര്യം എനിക്കറിയാം. കാലടിയിൽ ശങ്കര ഫോട്ടോസ്റ്റാറ്റ്, ശങ്കര ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥാപനങ്ങളുണ്ട് എന്നല്ലാതെ ശങ്കരനെ കുറിച്ച് അറിയാവുന്നവരില്ല. എഴുത്തച്ഛനെ കുറിച്ച് അറിയാവുന്നവരോ വളരെ കുറവാണ്. ഒരിക്കൽ മാത്രമാണ് ഞാൻ അബദ്ധത്തിൽ എഴുത്തച്ഛന്മാരുടെ അമ്പലത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മാഷേ അത് ശരിയാവില്ല. അതെന്താ? അത് ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടെന്ന്. അതെന്താ അങ്ങനെ? ഹരിനാമ കീർത്തനം പഠിപ്പിച്ച് വല്ല കുഴപ്പമുണ്ടോ? എഴുത്തച്ഛന്മാരാ എന്നോട് പറയുന്നതേ. ഹരിനാമ കീർത്തനം, അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ രാമായണം അതൊക്കെ പഠിപ്പിക്കണ്ടേ? ശരിയാവില്ല. അതെന്താ? അല്ല, ഇത് ഉത്സവത്തിന് എല്ലാവരും അവരൊക്കെ പൈസ തരണ്ടേ, ഇങ്ങനെ ചെയ്താൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ
ചട്ടമ്പി സ്വാമികളുടെ ഏതെങ്കിലും ഒരു കൃതി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളെ സംബന്ധിച്ചുള്ള പഠനങ്ങളായിട്ട് 4 വോള്യമായിട്ടുള്ള പുസ്തകം ഇറക്കേണ്ട ഈ കൊറോണ സമയത്ത്. ഞാൻ പല ആളുകളോടും പറഞ്ഞു, ആചാര്യനെ കുറിച്ച് അറിയാനുള്ള ഇതിനെ സംബന്ധിച്ചൊരു ക്ലാസ് നടക്കില്ല മാഷെന്ന് പറഞ്ഞു. നടക്കില്ല, അത് തന്നെ. കാരണം നമുക്ക് സ്വാമിമാരെയൊക്കെ വലിയ ഇഷ്ടമാണ്, പക്ഷെ അവർ പറഞ്ഞ കാര്യമൊന്നും കേൾക്കാൻ നമുക്ക് സമ്മതമില്ല എന്നുള്ളത്. പിന്നെ കുറച്ചെങ്കിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ മാത്രമാണ്. ദൈവദശകം അറിയാവുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഈ ഇരിക്കുന്നവരിൽ തന്നെ കൈവക്കും. മറ്റ് ഏതെങ്കിലും ആചാര്യന്മാരുടെ കൃതികളോ അതൊക്കെ പഠിക്കുന്നുണ്ടോ? വളരെ കുറവാണ്. കാരണം അതൊക്കെ അബദ്ധമാണ് എന്നൊരു തോന്നൽ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആചാര്യന്മാരാണ് നമ്മളുടെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനത്തെക്കുറിച്ചും ആഘോഷത്തെക്കുറിച്ചും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവരൊരിക്കലും ഇത്ര ലക്ഷത്തിന്റെ വെടിക്കെട്ട് നടത്തണമെന്നോ ഇത്ര ആനേനെ കൊണ്ടു നിർത്തണമെന്നോ തന്ത്രശാസ്ത്രത്തിൽ വിധിയില്ല, ഇല്ലേ തിരുമേനി? പക്ഷേ ഉത്സവ കമ്മിറ്റിക്കാര് എൻ്റെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. മാഷേ, ഈ പ്രാവശ്യം 7 ആനയാണ് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം 2500 തന്നിരിക്കുന്നത്, ഈ പ്രാവശ്യം ആ പരിപാടി പറ്റില്ല. അയ്യോ, അതെന്താണാവോ? ആനേനെ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടാണോ ആനേനെ കൊണ്ടുവന്നേക്കണത്? അല്ല, അത് നമ്മൾ തട്ടകത്ത് പല സ്ഥലത്തും ചെന്ന് ഭീഷണിപ്പെടുത്തി. ഞാനൊരു റെസിഡന്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, മാഷേ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, പിന്നെ എന്താ പറയാ, സന്ധ്യ സമയത്ത് ഇവരെല്ലാരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് 5000 രൂപ വെക്കണമെന്ന് പറഞ്ഞു. ഇത് ഹിതകരമല്ല, ഇത് സനാതനധർമ്മത്തിന്റെ അല്ല. ഇതേ ആളുകൾ ക്ഷേത്രത്തിലെ 10-30 വർഷം കൊട്ടിപ്പാടി സേവിച്ച ഒരു പാവം ഉണ്ടെന്ന് വിചാരിക്കാം. ആരോഗ്യം നശിച്ചു, ഒന്ന് കിടപ്പിലായെന്ന് വിചാരിക്കുക. ചെന്ന് അന്വേഷിക്കുമോ? ഇല്ല, അന്വേഷിക്കില്ല. തൃശ്ശൂരില് ഒരു മഹാത്മാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ദീർഘകാലം സേവ ചെയ്തതാണ്. ആരോഗ്യം നശിച്ചു, ഒടുവിൽ കിടക്കേണ്ടി വന്നത് കടത്തിണ്ണയിലാണ്. അങ്ങനെ അദ്ദേഹം കടത്തിണ്ണയിൽ കിടക്കുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ വെടിക്കെട്ട് നടത്തുന്നുണ്ട്, ആനേനെയും കൊണ്ടുവരുന്നുണ്ട്. ആ പാവത്തിനെ ഒന്ന് നോക്കാനുള്ള ഒരു വിവേകം ഉണ്ടായോ? ഇല്ല. ഓർക്കുക, നെഞ്ച് കലങ്ങി ജീവിക്കുന്ന നിരവധി പേരുണ്ട് നമ്മുടെ ചുറ്റുപാടും. അവരെ ശ്രദ്ധിക്കുമ്പോഴാണ് കരുണാമയനായ ഭഗവാൻ അയ്യപ്പൻ നമ്മളിൽ നിറയുന്നത്. അങ്ങ് അറിയുമായിരിക്കും, എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ വിജയൻ കാരുമാത്ര 600ഓളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം പറയും, ഈ വരുന്നവരാണ് ദൈവങ്ങൾ, അവരുടെ ഒരു പൂവെങ്കിലും ഭഗവാന് സമർപ്പിക്കണം. അതുപോലെ തന്നെ വരാൻ സാധിക്കാതെ വന്നാൽ അന്വേഷിക്കണം. ചിലപ്പോൾ ഡയാലിസിസ് കേസായിരിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ചീരമംഗലം ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. മൃഡാനന്ദ സ്വാമി പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്, വളരെ ദുർലഭമാണ്. ആ ക്ഷേത്രത്തില് ഞങ്ങൾ 45 അമ്മമാര് മുതിർന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. പൈസ ഉണ്ടായിട്ടല്ല, അത് പ്രസാദമാണ്. വിവാഹത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടത്തി കൊടുക്കും. രോഗമുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഞങ്ങൾ കൊടുക്കും. കാരണം എന്താണെന്നറിയോ? അത് ശ്രീരാമന്റെ സേവയായിട്ടാണ് കരുതുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ഒന്ന് ചിന്തിച്ചാലുള്ള സ്ഥിതി എന്താ? ഇതാണ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഭഗവാൻ കാരുണ്യത്തോടു കൂടിയിരിക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര സംസ്കാരം, തീർത്ഥാടനം എന്നൊക്കെ പറയുന്നത്
അതിൻ്റെ എല്ലാം പൊരുള് മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ഇത് നാം മറന്നു പോവരുത്. അറിവില്ലാത്ത ചില ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ ഭക്തന്മാരെന്ന് പറയുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്ന പിഴവുകളായിരിക്കും. 4 തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ആർത്തന്മാര്, ദുഃഖിതരായിട്ടുള്ള, പീഡിതരായിട്ടുള്ളവര് ഭഗവാന്റെ അടുത്ത് വരട്ടെ. അർത്ഥാർത്ഥികൾ, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എന്ത് കിട്ടിയാലും മതിയാവില്ലാത്ത ആളുകൾ, അവരും വരും. ഏതൊരു സിനിമയിൽ പറഞ്ഞു, എന്തിനും മര്യാദയില്ലടേ എന്ന് ചോദിച്ചതുപോലെ എന്ത് ഭഗവാനോട് ഇനിയും ചോദിക്കണമോ? കിട്ടിയതിനൊക്കെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോവേണ്ടത്, അല്ലെ? കിട്ടിയതിനൊക്കെ നന്ദി പറയാൻ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു മാംസപിണ്ഡമായി കിടന്നപ്പോൾ അമ്മ ഭഗവാനെ, ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. ആ സമയത്ത് അപാരമായ കാരുണ്യത്തോടുകൂടി നമ്മളെ കാത്തുരക്ഷിച്ച ഭഗവാനുണ്ട്. ആ ഭഗവാനാണ് നാം ഈ പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമായി വന്നത് എന്താണ്? പ്രാണവായുവാണ്. അത് ശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത്. നമ്മള് എന്താ പറയാ, അനന്തശയനത്തിലായിരുന്നല്ലോ, വെള്ളത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് തണുപ്പാണ്. നമ്മൾ കുഞ്ഞായിരുന്ന ദൈവം ആഗ്രഹിച്ചത് ചൂട് വേണമെന്നാണ്. ആ ചൂട് അമ്മയുടെ നെഞ്ചായിരുന്നു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് തൊണ്ട വരണ്ടപ്പോൾ വെള്ളമായിരുന്നു. അങ്ങനെ വെള്ളമായി വന്നതും ഭഗവാനായിരുന്നു, ഭക്ഷണമായി വന്നതും ഭഗവാനായിരുന്നു, വസ്ത്രമായി വന്നതും ഭഗവാനായിരുന്നു. അങ്ങനെ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും നടക്കുന്ന പാതകളും ദൈവമാണ് എന്ന് കരുതുന്നിടത്താണ് ഭക്തൻ വലുതാകുന്നത്. ആ ഭക്തൻ അമ്പലത്തിലേക്ക് വരുന്നത് പരാതിയുടെ കെട്ട് തുറക്കാൻ വേണ്ടിയിട്ടല്ല, തന്നതിനൊക്കെയും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചോദിക്കാറില്ലേ, നന്ദി ആരോടു ഞാൻ ചൊല്ലണം. എന്നെ ഞാനാക്കി മാറ്റിയ ദൈവത്തിനോട് നന്ദി പറയണം. എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനും അമ്മമാരോടും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഹരിശ്രീ എന്നാദ്യമായി വിരൽ പൂ കൊണ്ടെഴുതിച്ച ഗുരുവിനോട് എനിക്ക് നന്ദിയുണ്ട്. ഞാനിട്ടിരിക്കുന്ന വസ്ത്രവും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും ആരൊക്കെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സകല മാനവജാതിയോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ വളർത്തുന്നതിൽ ഈ നിൽക്കുന്ന ദൈവങ്ങൾ, വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്ന ദൈവങ്ങളുണ്ട്. ഞാൻ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് എനിക്കാവശ്യമായ പ്രാണവായു നൽകുന്ന ദൈവമല്ലാതെ പിന്നാരാണ്? അമരന്മാർ മരങ്ങളായിടുന്നു, അല്ലെ? അമരന്മാരാണത്രേ ഈ നിൽക്കുന്നത്. അവരോട് നന്ദിയുണ്ട്. ഇതിന്റെ പേരാണ് പഞ്ചഭൂത യജ്ഞം. 5 കൂട്ടരോട് കടപ്പാടോ തീർക്കേണ്ടവരാണ് നമ്മൾ. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നാം ഈ ആത്മവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് തിരിച്ചറിവാണ്. എന്താണ് തിരിച്ചറിവെന്നല്ലേ പറഞ്ഞല്ലോ? എന്നെയും നിങ്ങളെയും എല്ലാവരെയും നിലനിർത്തുന്നത് ഒരേ ചൈതന്യമാണ്. ഞാൻ തന്നെയാണ് ആ ചൈതന്യം. കെട്ടും കെട്ടി ശബരിമലയിൽ കയറി ചെന്ന 18ാം പടി കഴിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. നീ തേടിയ ദൈവം നീതാൻ, അല്ലെ? തത്വമസി എന്നാണ്. വേദമന്ത്ര പൊരുളാണ്. അതിനർത്ഥം ഞാൻ ദൈവമാണ് എന്ന്
ഞാൻ തന്നെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവുമായിട്ടാണ് നാം ഓരോരുത്തരും ഈ ആത്മവിദ്യാലയത്തിൽ നിന്നും കടന്നു പോകേണ്ടത്. ഇല്ല എങ്കിൽ ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ പുനരപി ജനനം പുനരപി ജനനം പുനരപി ജനനി ജഡരേ ശയനം. വീണ്ടും വീണ്ടും ഈ സംസാര ചക്രത്തിൽ നമ്മൾ ഉഴലുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തി രചഞ്ചല. ഭഗവാനെ, നിന്നിലുള്ള അചഞ്ചലമായ ഭക്തിയാണ് എനിക്ക് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അനായാസേന മരണം. ജനിച്ചവന് ഉറപ്പാണ് മരണം, പക്ഷെ അത് അനായാസമാക്കി മാറ്റണം. വിനാ ദൈന്യേന ജീവനം, ഇട്ട് വലക്കാതെ ഉള്ള ജീവിതം തരേണമേ. അതിനെനിക്കൊന്നു മാത്രമേ വേണ്ടൂ, ത്വയി ഭക്തി രചഞ്ചല എന്നാണ്. അചഞ്ചലമായ ഭക്തി വേണം. തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ അല്ലേ? ഈ നരകവാരിധി നടുവിൽ നിന്നും കരകയറ്റണമേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്നു പാടിയിരുന്ന ഗൃഹങ്ങളുണ്ടായിരുന്നു. ഭസ്മം തൊട്ടിട്ട്, വലിയ വേദം പഠിച്ചിട്ടല്ല, നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. എന്നായിരുന്നു അതുണ്ടായിരുന്നത്? ഇമ്മിണിക്കാലങ്ങൾക്ക് മുമ്പല്ല. നമ്മളെല്ലാം വലിയ പഠിപ്പിസ്റ്റുകളാകുന്നതിന് മുമ്പ്, മൊബൈൽ ഫോണും ടിവിയും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടായിരുന്നു ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വന്നിരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമ്പോഴും കരോമിയദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്നാണ്. എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ, നമ്മൾ കണ്ടിട്ടില്ലേ, എന്ത് പ്രവൃത്തി ചെയ്താലും ഞാൻ എൻ്റെ തൊഴിലിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു ഡ്രൈവറാണെങ്കിലും കയറുമ്പോൾ അതിനെ തൊട്ട് നമസ്കരിക്കും. തൂമ്പാപ്പണിക്കാരനാണെങ്കിലും അതിനെ നമസ്കാരം. അത് ദൈവമാകുന്നു. കാണുന്ന കാഴ്ചകളിലെല്ലാം ദൈവത്തിനെ കാണാനാണ് പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. കാണുന്ന കാഴ്ചകളിൽ ദൈവത്തിനെ കാണാനും കാണുന്നതിൻ്റെ ഉള്ളിലെ ഉണ്മയെ അനുഭവിക്കാനുമായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്. എന്തൊരു മഹത്തായ സംസ്കാരമാണത്. ലോകത്തൊരിടത്തുമില്ല അങ്ങനെ. പക്ഷേ 3 സ്ഥലങ്ങളിലായിരുന്നു അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്: ദേവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും മനുഷ്യാലയങ്ങളിലും. മനുഷ്യാലയം എന്ന് പറഞ്ഞാൽ വീടാണ്. ആ പരിപാടി പൂട്ടിയിട്ട് എത്രയോ കാലമായി. ദേവാലയം അതും ഇപ്പോൾ കുറച്ചൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ കാര്യം. വിദ്യാലയത്തിൽ ആ പരിപാടി പറ്റില്ല എന്നുള്ളതാണ്. വിദ്യാലയത്തിൽ സരസ്വതി ക്ഷേത്രം എന്നാണ് പറയുന്നത്. സരസ്വതിയുടെ പടം വെച്ച് വിളക്കങ്ങ് കൊളുത്തിക്കഴിഞ്ഞാൽ മാന ഇടിഞ്ഞിങ്ങനെ താഴെ വീഴും ഇല്ലേ? അതേ കുട്ടികൾ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് കിറുങ്ങി പരസ്പരം ഐസ്ക്രീം എടുത്ത് മുഖത്തിങ്ങനെ തേച്ചു കഴിഞ്ഞാൽ പുരോഗമനമായി. സഹപാഠിയുടെ നെഞ്ചിലേക്ക് ബൈക്ക് കയറ്റി കഴിഞ്ഞാൽ പുരോഗമനമായി. 2 ആഴ്ച മുമ്പാണ് കുസാറ്റില് 4 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞത്. എന്തേ ഇത്ര എന്താ പറയാ, വെളിവില്ലാതെയാണോ ആളുകൾ നിന്നത്? മഴ വന്നു, ശരി തന്നെ. എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കളി. അവനവനെ മറന്നുള്ള കളിയാണ്. കുറെ കാലത്ത് ഓണാഘോഷം അങ്ങനെ ഉണ്ടായിരുന്നു. JCB എല്ലാം കൊണ്ടുവന്ന് അതിൽ കയറിയുള്ള ഡിസ്കോ ഡാൻസ് കളിക്കുകയും ഇങ്ങനെ ഉള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് നിയമപരമായി നിരോധിച്ചതുകൊണ്ട് മാത്രമാണ് ഇവന്മാരിത് ചെയ്യാത്തത്. തിരിച്ചറിവില്ലാത്ത ആഘോഷങ്ങളാണ്. ആ ആഘോഷത്തിൽ വിവേകമില്ല എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഭക്തിയുള്ള നമ്മൾ ആ കാര്യത്തിൽ ക്രൈസ്തവ സഹോദരന്മാരെ ബഹുമാനിക്കണം, അനുകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം അവരുടെ പുരോഹിതന്മാർ അവരുടെ മക്കളോട് ഉപദേശിക്കും, കർത്താവിനെ മറന്ന് ഒന്നും ചെയ്യരുത് എന്നാണ്. കർത്താവിനെ മറന്ന് ഒന്നും ചെയ്യരുത്. ഒരു വർഷം 60,000-ലേറെ ഡൈവോഴ്സ് നടക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ഫാദറിനോട് പറഞ്ഞു, അച്ഛൻ്റെ ആളുകളൊക്കെ ഈ ഡൈവോഴ്സ് ഇങ്ങനെ കൂടുന്നു, നിങ്ങൾക്കൊന്ന് ഉപദേശിച്ച് നന്നാക്കി കൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നടേശൻ മാഷേ, 98% ഹിന്ദുക്കളായിരിക്കും. കാരണം ഞങ്ങളുടെ മക്കൾ ആ തരത്തിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ അപ്പൂപ്പന്മാര് കിടന്ന് ഉറങ്ങുന്ന മണ്ണാണിത്, ഇവിടെ വെച്ചാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്, അവരുടെയും ഞങ്ങളുടെയും ആഗ്രഹമാണ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണമെന്നത്. അതുകൊണ്ട് നിങ്ങൾ പിരികയല്ല, ഒന്നിച്ച് സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ജീവിക്കണം. ആരുമില്ലാത്തവൻ ആണ്ടി തുണ എന്ന് പറയാറുണ്ട്. ഹിന്ദുവിന് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടെന്നുള്ളതാണ് ചോദ്യം. വേണ്ടേ? നമ്മുടെ മക്കളോട് വിവാഹം കഴിക്കുമ്പോൾ എന്തിന് വിവാഹം കഴിക്കുന്നു? പള്ളിക്കൽ ആചാര്യനൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് ഭാഗവതത്തിന്റെ ഇടയിലെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. രുക്മിണി സ്വയംവരത്തിന്റെ കരകൾ വരുന്ന സമയത്തൊക്കെ ഇദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വിവാഹം ഒരു സംസ്കാരമാകുന്നു. ആ സംസ്കാരം ജീവിതത്തിൽ പകർത്തണം. അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. ഭക്തിയുടെ ആപ്ലിക്കേഷൻ അവിടെയാണ്. അന്ത്യേഷ്ടി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, മരണാനന്തര ചടങ്ങ്. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ, എടാ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ, 2 സാധനം നീ റെഡിയാക്കി കേട്ടോ, മനസ്സിലായില്ലേ? നീ 2 സാധനം എനിക്ക് റെഡി ആയിക്കോളുന്നു. കാരണം എന്താണ്? ആഘോഷിക്കാനാ. ഈ ആഘോഷം സംസ്കാരത്തിന്റെ ഭാഗമല്ല. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ളതും ആഘോഷത്തിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. ആര് പറഞ്ഞു കൊടുക്കൂ എന്നുള്ളതാണ് ചോദ്യം. വീട്ടിലും വിദ്യാലയത്തിലും ഇല്ല. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഇതുപോലുള്ള ക്ഷേത്രാങ്കണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങിയേ പറ്റൂ. ധാരാളം ക്ഷേത്രങ്ങൾ ആ നിലയിൽ മാറിയിട്ടുണ്ട്. ചിദാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ വിജയൻ കാരുമാത്ര അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. നിരവധി ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അവരുടെ അപ്പന്മാരായിട്ട് വിശ്വസിച്ചിരുന്നൊരു കാര്യം, ക്ഷേത്രത്തിൽ വന്ന് മുത്തപ്പന്മാരെ പൂജിക്കുമ്പോൾ വെള്ളമടിച്ച് 2 ചിക്കനും ഒക്കെ കഴിച്ചിട്ടേ വരാവൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ നാട് മഹാദുരിതം ബാധിച്ചു. നിരവധി പ്രശ്നങ്ങൾ വന്നു. അവർ പ്രശ്നം വെപ്പിച്ചു പറഞ്ഞു, ക്ഷേത്രത്തിൽ നടക്കേണ്ടത് നടക്കുന്നില്ല, നവീകരണം നടത്തണം. ഇവര് പല സ്ഥലത്തും പോയി ലക്ഷക്കണക്കിന് രൂപയൊക്കെ പറഞ്ഞു. എൻ്റെ ആചാര്യൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ആചാര്യൻ എന്ന രീതിയിലല്ലേ എൻ്റെ അടുത്ത് വന്നത്, ആചാര്യൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ വരാം. നിങ്ങൾക്ക് പൈസ ഇല്ല എങ്കിൽ പൂവും അക്ഷതവും ആളെയും കൂട്ടിയിട്ട് ഞങ്ങൾ വരാം. 5 പൈസ നിങ്ങൾ തരണ്ട, 1 രൂപ നാണയത്തൊട്ട് മാത്രം തന്നാൽ മതി. കാരണം ദക്ഷിണ വാങ്ങുക എന്നൊരു ചടങ്ങാണ്. അവിടെ ചെന്നു, ചടങ്ങെല്ലാം കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ ആ ദിവസം ഇതിൻ്റെ നാട്ടുകാർ കുടുംബക്കാരെല്ലാവരും വന്നിരിക്കണം. ഇത് മാത്രമാണ്. അങ്ങനെ വന്ന് അദ്ദേഹം 4 വാക്യം പറഞ്ഞു. ഇപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് സാത്വികമായ ആരാധനാക്രമത്തിൽ ആചാര്യന്മാർ പറഞ്ഞതിൽ പ്രകാരമാണ്. അതുകൊണ്ട് പഴയ സ്വഭാവവും വെച്ചുകൊണ്ട്
ഈ മതിൽക്കെട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ മഹാരോഗങ്ങൾ വന്നിരിക്കും, ഉറപ്പാണ്. അത് പറഞ്ഞ് തന്ത്രി എന്ന പേരിൽ എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യരുത്. എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു പ്രഭാഷണത്തിന് ചെന്നപ്പോൾ കണ്ടമിടറിക്കൊണ്ട് കണ്ണു നിറഞ്ഞ അമ്മമാരെൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇപ്പൊ ഞങ്ങളുടെ മക്കള് പഴയ സ്വഭാവമൊക്കെ മാറ്റിയിട്ടോ. പണ്ട് എന്നും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനാണ്, ഇന്നവൻ പണിക്ക് പോകുന്നുണ്ട്. മൂത്തവന്റെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയായി. കണ്ടില്ലേ വീട്, അതൊന്ന് പുതുക്കി പണിതു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇന്ന് പഴയ സ്വഭാവമുള്ളവരില്ല. ഇതാണ് നവീകരണം എന്ന് പറഞ്ഞാൽ. ക്ഷേത്രം മാത്രം നന്നാവുകയല്ല, ഗ്രാമം നന്നാവണം. ഈ തരത്തിൽ കൂട്ടായ ഒരു പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. അയ്യപ്പസ്വാമിയുടെ കാൽ പതിഞ്ഞ സ്ഥലമാണിത്. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അത് നടത്തി തന്നിരിക്കും ഭഗവാൻ. ആ നിലയിൽ നാം നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു. കുറെ കൂടി ഭംഗിയാക്കണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്, അവർ നല്ല തൊഴിൽ നേടണം, അവർ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് നല്ല കുടുംബജീവിതം നയിക്കേണ്ടവരാണ്. +2 കഴിഞ്ഞാൽ ജർമ്മനിയിലേക്കും കാനഡയിലേക്കും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവന്മാരാണ്. അവരെ ഈ മണ്ണിൽ നമ്മുടെ സംസ്കാരം കൊടുത്ത്, ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, ഇവിടെ ജോലി കൊടുത്ത്, ഇവിടെ കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണ് അവർ. നമ്മൾ വിചാരിച്ചാൽ നടക്കും, നടന്നിരിക്കും. നെഞ്ചുരുകി പ്രാർത്ഥിക്കണം നമ്മൾ. നമ്മുടെ മക്കൾക്ക് ഈ മണ്ണിൽ ജീവിക്കാനുള്ള ഇടവരണമെന്ന്. ശരിയാണ്, പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ പണം കിട്ടുമായിരിക്കും. പക്ഷേ വേര് മുറിഞ്ഞാണ് പോകുന്നത്. കുലം മുറിച്ചാണ് പോകുന്നത്. അവരുടെ നെക്സ്റ്റ് തലമുറ എന്തായിരിക്കും? മലയാളം കൊരച്ച് അരിയുന്നവരായി മാറും. പിന്നെ കേരളം കൺട്രീസിന്റെ നാടായി മാറും അവർക്ക്, അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് അവർക്ക് പുച്ഛമായി മാറും. മാറരുത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഉള്ളുരുകിയ പ്രാർത്ഥനയും ഭഗവാന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു. ഈ ഊനക്കേടുകളെല്ലാം മാറ്റി തരണമേ ഭഗവാനെ. ഇന്ന് കാണുന്ന അധാർമികമായ ചിന്ത, പ്രവൃത്തി, അവർക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാക്കി കൊടുക്കണമേ. അവിടുത്തെ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പലരും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അറിയാത്ത തെറ്റിന് ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുകയാണ്. മാപ്പ്, അല്ലേ? മാപ്പ്, മാപ്പ്, മാപ്പ് എന്നു പറഞ്ഞുകൊണ്ട് കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി നാം ജാതി മാറ്റിവെക്കണം, രാഷ്ട്രീയം മാറ്റിവെക്കണം, എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും മാറ്റിവെക്കണം. ഈ നാടിന്റെ നന്മയാണ്. ലോകാഹ സമസ്താഹ സുഖീനോ ഭവന്തു. ലോകം മുഴുവൻ സുഖം പകരുന്ന ജ്ഞാനദീപം ആണ് അയ്യപ്പ തത്വം. ആ തത്വത്തെ നമുക്ക് ഉപാസിക്കാം, ആ തത്വത്തെ നമുക്ക് പിന്തുടരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിലയിൽ ഈ നാടിൻ്റെ ഒത്തൊരുമ കാണാനും ഐശ്വര്യത്തെ കാണാനും ഒരിക്കൽ കൂടി നടേശൻ മാഷിനെ നിങ്ങൾ വിളിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതാണ്. എന്നെ പ്രഭാഷണത്തിന് വിളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, മാഷേ ദാ ഞങ്ങളുടെ ഒത്തൊരുമ ഒന്ന് കണ്ടോളൂ. പള്ളിക്കൽ ആചാര്യൻ അന്നും ആചാര്യനായിട്ട് ഇരിക്കട്ടെ, നമ്മളെ വഴക്ക് പറയാനും ഉപദേശിക്കാനും ഒക്കെ അദ്ദേഹം ആ സമയത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഓരോന്നും ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.